ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഗാനം സ്വർഗപുത്രി നവരാത്രി. സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കൂ എന്നെ നീ സ്വർഗപുത്രി നവരാത്രി. ഈ പാട്ടിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് വസ്തുതകൾ മനസ്സിലാക്കിയിരിക്കണം. നിഴലാട്ടം എന്ന സിനിമയിലെ കഥയെ ശാകുന്തളവുമായി ബന്ധപ്പെടുത്തുവാനാണ് മഹാകവി വയലാർ ശ്രമിക്കുന്നത്. അതിന് ഒരു കാരണമുണ്ട്. നിഴലാട്ടം എന്ന സിനിമയിലെ കഥയിൽ ഭർത്താവ് ഭാര്യയെ കൈവിടുന്ന രംഗമുണ്ട്. ശാകുന്തളത്തിലും ദുഷ്യന്തൻ ശകുന്തളയെ കൈവിടുന്ന രംഗമുണ്ട്. സ്വർഗപുത്രി ശകുന്തളയെപ്പോലെ സൗന്ദര്യമുള്ളവളെ, സ്വർഗത്തിൻ്റെ പുത്രി അതായത് ശകുന്തളയല്ലാതെ മറ്റാരുമല്ല. വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സിളക്കാൻ ദേവേന്ദ്രൻ മേനകയെ ഭൂമിയിലേക്ക് അയക്കുന്നു. അതായത് വിശ്വാമിത്ര മഹർഷിയുടെ സമീപത്തേക്ക് അയക്കുന്നു. അങ്ങനെയാണ് ശകുന്തളയുടെ ജനനം, അതായത് സ്വർഗപുത്രി. നവരാത്രി എന്നാൽ നവരാത്രി മഹോത്സവം എന്നല്ല. ഇന്ന് ഒരു പുതിയ രാത്രിയാണ്, അതായത് നവരാത്രി. നവ എന്നാൽ പുതിയത് എന്നും അർത്ഥമുണ്ട്. സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ, പണ്ടൊക്കെ പണക്കാരുടെ വീട്ടിൽ ഒരു സ്വരമണ്ഡപം ഉണ്ടായിരിക്കും. അവർ അവിടെ കൂടി പാട്ടും കൂത്തുമായി സമയം ചെലവഴിക്കുന്നത് സർവ്വസാധാരണമായിരുന്നു. സോപാന ഗായകനാക്കൂ, നിന്റെ സൗന്ദര്യത്തെ പാടി പുകഴ്ത്താതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പാൽക്കടൽ തിരകളിൽ അലക്കിയെടുത്ത നിൻ പൂനില പുടവ തൊടുമ്പോൾ സാധാരണ ശകുന്തള വെള്ള വസ്ത്രമണിഞ്ഞാണ് ദുഷ്യന്തൻ്റെ സമീപം പോകാറ്. അത് ദുഷ്യന്തനെ കൂടുതൽ ആകർഷിക്കാനാണ് ചെയ്യുന്നത്. നിന്റെ ദിവ്യ സൗന്ദര്യം പൊതിയുന്ന ഈ പുടവയിൽ തൊടാനുള്ള യോഗ്യത എനിക്കില്ല. മെയ്യിൽ തൊടുമ്പോൾ ഈ ശരീരത്തിലും തൊടാനുള്ള യോഗ്യത എനിക്കില്ല. നിന്നെ പ്രണയപരാധീനയാക്കുവാൻ എന്തെന്നില്ലാത്തൊരഭിനിവേശം. അതിൻ്റെ അർത്ഥം അത് തന്നെ. കൈകളിൽ മൃഗമത തളികയുമേന്തി. മൃഗമത എന്നാൽ കസ്തൂരി എന്നാണ് അർത്ഥം. കസ്തൂരി ഗന്ധത്തിന് കാമം ഇളക്കാനുള്ള കഴിവ് ഉണ്ട്. ഇവിടെയും ദീർഘാഭാങ്കൻ എന്ന കസ്തൂരിമാനിനെ ഓർക്കണം. ശകുന്തള ദുഷ്യന്തൻ്റെ അടുത്ത് പോകുമ്പോൾ കസ്തൂരി ഗന്ധം പുരട്ടിയാണ് പോകാറ്. വനജോത്സ്ന അതായത് കസ്തൂരി മുല്ലയാണ്. അതിൻ്റെ ഗന്ധവും കാമമുണർത്താൻ ഉപകരിക്കും. സുരേഷ് കുമാർ.